സുതിരേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പചദ്യാദേശധാരിണി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം ജയോ രാധാ ശ്യാമ സുന്ദര രാധാ ശ്യാമ സുന്ദരാധേ ജയ ഗൗരനിതായ് 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 ജയോ ഗൗരനിതായ് ജയോ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ कृष्ण बलराम की जय राधा श्याम सुंदर ललिता विशाखा देवी की जय गौरनिताई की जय पंचतत्व की जय षड्गोसावी की जय गुरु परंपरा की जय 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 श्री राम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युं नमाम्यहम् उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युं नमाम्यहम् उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युं नमाम्यहम् श्री श्री नरसिंह भगवान की जय नरहरि की जय प्रहलाद महाराज की जय ജയ 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 ശ്രീ രാധേശ്യാം. നമ്മളങ്ങനെ ഒരു മാസം കാർത്തിക മാസത്തിൽ മൊത്തം വൃന്ദാവന പരിക്രമ ചെയ്തു. നമ്മൾ ദാമോദരനെയാണെന്നുണ്ടെങ്കിൽ ദാമോദരനോട് പറഞ്ഞു, ഇനി ഞങ്ങള് അടുത്ത വർഷം വിളിക്കുന്നുണ്ട്. അടുത്ത വർഷം വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷത്തേക്ക് ദാമോദരനോട് പറഞ്ഞു ചെന്നിട്ട് അവന് മാക്കൻചോർ ഹൃദയച്ചോർ നവനീതച്ചോറായിട്ട് എല്ലായിടത്തും മസ്തി ചെയ്ത് എല്ലാവർക്കും ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഹരേ കൃഷ്ണ. അങ്ങനെ അങ്ങനെ ദാമോദരനെ നമ്മൾ പെട്ടിയിലാക്കി വെച്ചു. എന്നിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മള് കൂടുതൽ ദാമോദരനെ അടുത്ത വർഷത്തേക്ക് നമുക്ക് പെട്ടെന്ന് മഹാരാഷ്ട്രയിൽ ഒരു ഇതുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ട്. ഗണപതിയുടെ സമയത്ത് ഗണപതി ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? 7 ദിവസത്തെ അല്ലെങ്കിൽ 11 ദിവസത്തെയൊക്കെ പൂജ ചെയ്തിട്ട് അതിനെ കൊണ്ടുചെന്നിട്ട് കുളത്തില് കൊണ്ടുചെന്ന് മുപ്പ് എന്നിട്ട് പറയും, ഗണപതി ബപ്പയോട് എന്ത് പറയുന്നത്? കുടിച്ച വർഷം ലൗക്കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം പെട്ടെന്ന് വരാനൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ദാമോദര ഭഗവാനോട് നമ്മൾ പറഞ്ഞു, ഇനി എത്ര വേണമെന്നുണ്ടെങ്കിലും വെണ്ണ കട്ട് തിന്നോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അടുത്ത വർഷം ഞങ്ങൾ വിളിക്കുമ്പോൾ ഉടനെ ഞങ്ങളുടെ അടുത്ത് വരണമെന്ന് പറയും എന്ന് പറയുന്നത് പോലെ ഒരു മാസം നമ്മളാണെന്നുണ്ടെങ്കിൽ വൃന്ദാവന പരിക്രമ ചെയ്തു. ഇനി നമുക്ക് പരിക്രമ അവിടെ നിർത്താം. ഇനി നമുക്ക് പിന്നെ തുടങ്ങാം. മിക്കവാറുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ നാരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രജേതസ്സുകളുടെ കഥയാണ് പറയുന്നത്. പ്രജേതസ്സുകളുടെ കഥയില് നമ്മുടെ ഗുരുവായൂർ അമ്പലം അവിടെ വരുന്നുണ്ട്. അന്നേരം ആ ഗുരുവായൂരപ്പന്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗുരുവായൂരപ്പന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ്വാപരയുഗത്തിന്റെ അവസാന സമയത്ത് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ
എന്താ പറയുന്നത്, ശരീരം സ്വർഗത്തിലേക്ക് ഭഗവാനാണെന്നുണ്ടെങ്കിൽ ശരീരം ഉപേക്ഷിച്ചിട്ട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ഭഗവാനും യശോദ അല്ല, ദേവകിമായും വസുദേവരും പൂജിച്ച ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടുന്ന് തിരോധാനം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ താരക വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് എന്നുണ്ടെങ്കിൽ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്തനപുരത്തേക്ക് പോകാനെ കൊണ്ട്. അത് വേറൊരു കഥ. അങ്ങനെ ഭഗവാൻ തിരോധാനം ചെയ്ത് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എന്തായി, ധാരക മൊത്തം വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോ ഈ ഭഗവാൻ ഇവരെല്ലാവരും പൂജിച്ച ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ ഒരു വിഗ്രഹം. ആ വിഗ്രഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അന്നേരം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായു ഭഗവാനോടും ഗുരുവിനോടും. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ദേവന്മാരുടെ ഗുരു ആരാണ്? ദേവന്മാരുടെ ഗുരു ആരാണ്? ബൃഹസ്പതി. പറയൂ. ബൃഹസ്പതി. ബൃഹസ്പതി. ബൃഹസ്പതിയാണ്. ദേവന്മാരുടെ ഗുരു ആരാണ്? അസുരന്മാരുടെ അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യർ. ശുക്രാചാര്യര്. ഓണാചാര്യര് കഴിഞ്ഞാല് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഗുരുവാണ് കേട്ടോ. എന്നിട്ട് ശുക്രാചാര്യ അസുരഗുരു, ദേവഗുരു എന്ന് പറഞ്ഞ ബൃഹസ്പതി. എപ്പോഴും ഓർത്തോണം. എന്നിട്ട് ഗുരുവും വായുവും കൂടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? വായു ഭഗവാനും കൂടി ഈ വിഗ്രഹത്തെ എടുത്തിട്ട് അവര് പടിഞ്ഞാറേ ദേശത്തിലേക്ക് ഇങ്ങനെ വരുന്നു. വായുവിൽ കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ രുദ്രനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം കാണുന്ന രുദ്രകുളം ഉണ്ടല്ലോ, എന്ന് പറഞ്ഞ ഗുരുവായൂർ അമ്പലത്തിന്റെ വടക്ക് ഭാഗത്ത് കാണുന്ന കുളം, അതാണ് രുദ്രകുളം എന്നാണ് അതിന് പറയുന്നത് തന്നെ. അന്നേരം ഭഗവാൻ അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്ന സമയം തപസ് ചെയ്യുന്നു. അന്നേരം ഇവര് രണ്ടുപേരും കൂടെ ഈ വിഗ്രഹം ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് രുദ്ര ഭഗവാനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സ്ഥാപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ്. കലിയുഗത്തിലെ മാലോകർക്ക് സാക്ഷാൽ വൈകുണ്ഠം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വിഗ്രഹം ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലം. മനസ്സിലായി പറഞ്ഞേ? ഗുരുവായൂർ എന്നുള്ള പേരും അങ്ങനെ വന്നു. രുദ്ര ഭഗവാൻ എന്ത് ചെയ്തു? എന്നിട്ട് ഇപ്പോഴത്തെ മമ്മിയൂർ ഉണ്ടല്ലോ, ആ മമ്മിയൂരിലേക്ക് മാറി. അതാണ് നമ്മള് ദേവീക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, അവിടെ ഒരു പിന്നെ ശിവഭഗവാന്റെയും ദേവിയുടെയും കൂടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അന്നേരം അഥവാ ഒരു മമ്മിയൂർ, അന്നേരം ഭഗവാൻ ശ്രീ കൃഷ്ണൻ അന്നേരം തന്നെ ഭഗവാനോട് പറഞ്ഞു, എന്നെ വന്ന് ആര് നമിക്കുന്നുണ്ടോ അങ്ങയെയും കൂടി വന്ന് നമിച്ചതിന് ശേഷമേ അവർക്ക് അതിന്റെ പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഗുരുവായൂർ പോകുന്നവരെല്ലാം മമ്മിയൂരും പോകുന്നത്. അത് അറിയാവുന്നവർ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചു ഗുരുവായൂർ എന്നുള്ള പേര് കിട്ടി. രുദ്രക്കുളം അതിപ്പോഴും ഉണ്ട്. നമ്മളെല്ലാവരും ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നേരെ പോയിട്ട് റൂം എടുക്കും. റൂമിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബാത്റൂമിൽ കുളിക്കും. പക്ഷെ ആ രുദ്രക്കുളത്തിൽ നമ്മൾ കുളിക്കണമെന്നാണ് പറയുന്നത്. ആ രുദ്രക്കുളത്തിൽ കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ രുദ്രൻ തപസ് ചെയ്ത സ്ഥലം പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ ആറാടുന്ന സ്ഥലം. അത് മാത്രമല്ല വേറെയും പിന്നെ അതിന് ആ കുളത്തിന് പ്രത്യേകതയുണ്ട്. പ്രജേതസ്സുകൾ എന്ന് പറയുന്ന 10 പ്രജേതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന ബർഗീസിന്റെ മക്കളായിരുന്നു ശതദ്രുതി. പ്രാചീന ബർഗീസ്, ശതദ്രുതി അവരുടെ മക്കളാണ് ഈ 10 പ്രജേതസ്സുകൾ. എല്ലാവർക്കും ഒരേ പേരായിട്ടിരിക്കുന്നത് പ്രജേതസ്സുകൾ. ആ പ്രജേതസ്സുകൾ അങ്ങനെ നല്ല കുട്ടികളായിട്ട് വലുതാവുന്നു. കല്യാണപ്രായമാവുന്ന സമയത്ത് എന്ത് ചെയ്തു? അച്ഛനായിട്ടുള്ള പ്രാചീന ബർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും യാഗങ്ങളും അധികം നടത്തിയിട്ട് ഭൂലോകം മൊത്തം എന്നുണ്ടെങ്കിൽ ദർഭപ്പുല്ലുകൊണ്ട് നിറഞ്ഞു എന്നാ പറയുന്നത്. അത്രയ്ക്ക് യാഗങ്ങൾ നടത്തിയ അദ്ദേഹത്തിന്റെ കീർത്തി കേട്ട ആളാണ് പ്രാചീന ബർഗീസ്. അദ്ദേഹം മക്കളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ പോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പൈസ ഉള്ള വീട്ടിലെ പെണ്ണിനെ അങ്ങനല്ല പറഞ്ഞത്. അവരെന്താ പറഞ്ഞതെന്ന് അറിയാമോ? നേരെ ഈ 10 കുട്ടികളോടും പറഞ്ഞു, ആദ്യം പോയിട്ട് നിങ്ങൾ തപസ് ചെയ്യൂ. തപസ് ചെയ്തിട്ട് ഭഗവാനെ അറിയൂ. ഭഗവാനെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അതുകൊണ്ട് നിങ്ങൾ തപസ്സിനായിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ രാജകൊട്ടാരത്തിൽ നിന്നിട്ട് പറഞ്ഞു വിടുക ചെയ്യുന്നത്. അവരങ്ങനെ നേരെ പടിഞ്ഞാറ് കരയിൽ വരുന്നു. പടിഞ്ഞാറോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ രുദ്രക്കുളം കാണുന്നു. അന്നേരം ശ്രീ രുദ്രൻ അവിടെ ആ സമയത്ത് ഈ ഗുരുവായൂർ അമ്പലം വരുമ്പോഴുള്ള കാര്യമായത്.
എന്നിട്ട് രുദ്രൻ അവിടെ തപസ് ചെയ്യുന്നു. ആ, ഭഗവാന്റെ ഭക്തന്മാരെ കാണുന്ന സമയത്തുണ്ടല്ലോ, ഭക്തന്മാർക്ക് തന്നെ ഒരു പ്രത്യേകതയാണെന്നുള്ളതാ. രുദ്രഭഗവാൻ എന്ത് ചെയ്തു? രുദ്രഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവാനാ ശംഭു എന്നാ പറയുന്നത്. വൈഷ്ണവരിലെ പ്രഥമ സ്ഥാനം ആർക്കാണ്? ശംഭുവിനാണ്. അന്നേരം ആ ശംഭു എന്ത് ചെയ്തു? ഈ പ്രജേതസ്സുകളെ വിളിക്കുന്നു. വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പറയും, നിങ്ങൾക്ക് തപസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടൽക്കരയ്ക്കകത്ത് നല്ല താമര പൊയ്കയാണെന്നുള്ളത് ആ രുദ്രക്കുളം അന്നത്തെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു. അതിന് ആ ഏറ്റവും നിങ്ങൾ തപസ്സിരിക്കാൻ തപസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രുദ്രക്കുളം, ഈ കുളമാണ്. ഈ കുളമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾ തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രുദ്രഭഗവാൻ അവരെ എന്നിട്ട് എന്ത് പറഞ്ഞു? രുദ്രഗീതം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാ. എങ്ങനെയാ ഭഗവാനെ ആ സ്തുതിക്കുന്ന ആ ഗീതമാണ് രുദ്രഗീതം. ആ രുദ്രഗീതവും അവർക്ക് കൊടുത്തു. അവരങ്ങനെ 10,000 വർഷക്കാലം വെള്ളത്തിനടിയിൽ കിടന്ന് തപസ്സിട്ടു എന്നുള്ളതാ. അവർക്ക് ധ്രുവനെ പോലെ 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടണം. ഭഗവാൻ വരികയെ വേണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ആ തപസ് ചെയ്യുന്ന ലഹരിയിലുണ്ടല്ലോ, അവരാണെന്നുണ്ടെങ്കിൽ ആ ആനന്ദത്തിൽ അവർ ആറാടുക. എന്നിട്ട് ആ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ അവസാനിപ്പിക്കണ്ടേ. അതുകൊണ്ട് അവർക്ക് തപസ് മാത്രം മതി. ഭഗവാൻ പോലും പ്രത്യക്ഷപ്പെടണം. അങ്ങനെയാണ് പറയുന്നത്. ഭക്തർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്ന മോശം പോലും വേണ്ടെന്നാ പറയുന്നതുള്ളൂ. ജനം ജനം സുന്ദരീം കവിതാംബ ജഗദീശകാമയെ മമ ജന്മനീശ്വരേ പവരാജഭക്തിരൈരുവീതൊയേ. എന്നിട്ട് എന്താ പറയുന്നത്? ഭഗവാൻ എത്ര ജന്മം വേണേലും അങ്ങ് ഞങ്ങൾക്ക് തന്നോളൂ. പക്ഷെ എന്ത് വേണം? പവരാത് ഭക്തിരൈരുഹീതൊയ്. അങ്ങയുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ജലം എങ്ങനെയാ വീഴുന്നത്, അതേപോലെ ഞങ്ങൾക്ക് ഇടതടവില്ലാതെ എപ്പോഴും അങ്ങയുടെ തിരുനാമം ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വിളയാടണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് എല്ലാ ഭക്തർക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രജേതസ്സുകളും എന്ത് ചെയ്തു? രുദ്രക്കുളത്തില് വെള്ളത്തിന്റെ അടിയിൽ അവര് ആ കടലിന്റെ അടിയില് വെള്ളത്തിന്റെ അടിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തപസ് ചെയ്ത് 10,000 വർഷക്കാലം. പക്ഷെ ഭഗവാൻ സ്വയം അവർക്ക് ദർശനം കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പ്രജേതസ്സുകൾക്ക് ഭയങ്കര സന്തോഷമായി അവർ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കല്യാണം മരീഷി എന്ന് പറയുന്ന പിന്നെ ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ ഒരു ഇതാണ്. മക്കളാണ് അന്നൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാ ചെടിയുടെ മകള് മനുഷ്യരാണോ അങ്ങനെയൊക്കെ ആ ഒരു ചിന്തകള് നമ്മൾ കൂടുതലുണ്ടല്ലോ. ശാസ്ത്രത്തിനെ വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു അന്ത്യമില്ലാതായി പോകും. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാരിഷിയെ അവര് കല്യാണം കഴിച്ചു. അവര് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ അവര് കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ അവർ തപസ് ചെയ്തിട്ട് പിന്നെ മോശപ്രാപ്തി നേടിയ കഥയാണ് നമുക്ക് പ്രജേതസ്സുകളുടെ കഥ എന്ന് പറയുന്നത്. ആ പ്രജേതസ്സുകളുടെ ആ ഒരു അവരെ പോലെ ആവണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്താ നമുക്ക് വേണ്ടുന്നത്? നമ്മൾ എപ്പോഴും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണപ്രായം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്കോണിൽ തന്നെ അതിനൊരു ഇതുണ്ടെന്നുള്ളതാ. ഇസ്കോൺ സംസ്ഥ വരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു മാർഗം, യഥാർത്ഥ മാർഗം കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാ. ഗൃഹസ്ഥാശ്രമി ആവാൻ പോകുന്നതിന് മുമ്പിട്ടുണ്ടല്ലോ അവർക്കൊരു ആശ്രമം ഉണ്ടെന്നുള്ളത്. അവിടെ ആ ഗൃഹസ്ഥാശ്രമത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ക്ലാസ്സുകൾ ഉണ്ടെന്നോ. ആ ക്ലാസ്സുകൾ 6 മാസത്തെയും കണ്ട് ഒരു കോഴ്സ് ഉണ്ടെന്നുള്ളതാ. പണ്ടേ നോക്ക് ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നു എന്നുള്ളത്. അന്നേരം അവരും ഗൃഹസ്ഥാശ്രമികളാവുന്നതിന് മുമ്പിട്ട് അവർ പോകുന്ന സമയത്തുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സഡനായിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് എൻഗേജ് ആവുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു എടുത്തിയാട്ടത്തിലാണ്. ആ എടുത്തിയാട്ടത്തിലാ ഇത്രയും ഡൈവോഴ്സ് ഇപ്പൊ നടക്കുന്നതെന്ന്. അത് എല്ലാ സംസ്ഥയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരാഴ്ച അങ്ങോട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരും ആ ക്ലാസ്സിനൊന്നും അറ്റൻഡ് ചെയ്യില്ല. എന്താ? മലയാളിയുടെ ഒരു വിചാരം എന്താ? ഞങ്ങൾക്ക് എല്ലാം അറിയാം, പിന്നെ ഞങ്ങൾ എന്തിനാ പോകേണ്ട ആവശ്യം എന്നുള്ള ആ ഒരു ഇതാ. പക്ഷെ ധാർമ്മികമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ശാസ്ത്രങ്ങളെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഉപദേശം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെക്കാര് സീനിയർ ആയിട്ടുള്ള ആരാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ആ ഉപദേശം നമ്മൾ കേൾക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബത്തിൽ നമ്മുടെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും എല്ലാം നമുക്ക് ഓരോ കഥകളായിട്ട് അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ അതേപോലെ ഫോമാക്കി കൊണ്ടുവരുമായിരുന്നല്ലോ. ഇപ്പൊ ന്യൂക്ലിയർ കുടുംബ. അച്ഛനാണെന്നുണ്ടെങ്കിൽ ജോലി, അമ്മയ്ക്കൊക്കെ ജോലി, പിന്നെ വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോണ്. കുട്ടികളെ വേണ്ടുന്നതുകൂടെ ശ്രദ്ധിക്കാനുള്ള ഒരു സമയമില്ല. അവര് കുറെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. ആ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിനകത്ത് വേണ്ടാത്തതും വേണ്ടുന്നത് സകല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ആ ഒരു ഡൈവേർഷനായി ഇപ്പൊ ആയിരിക്കുന്നതിനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്താ
ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മൾ ഈ പ്രജേതസ്സുകളെയൊക്കെ നമ്മൾ എന്തിനാ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്? അവര് കല്യാണം കഴിക്കുന്നതിന് മുൻപാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് തപസ്സിന് പോയി? ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വത വരാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ അതേപോലെ ഏത് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു പക്വത വരണം. വേറെയുള്ള ആൾക്കാരെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അന്നേരം ആ ഹാൻഡിൽ ചെയ്യുമ്പോൾ പലരും പല രീതിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്, പല കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഒരു പെൺകുട്ടി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അതിൻ്റെതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നായിരിക്കും വരുന്നത്. അതേപോലെ ആൺകുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാലും അന്നേരം അത് അക്കോമഡേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ ഒരു പക്വത വരണം. ആ പക്വത ഇല്ലായ്മയിൽ നിന്നായിട്ട് നമുക്ക് വന്നിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ശാസ്ത്രം നമുക്ക് ഓരോ തരത്തിലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെയല്ല ജീവിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഒരു കല്യാണപ്രായമായ മക്കളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ കുട്ടികൾ ഇപ്പം ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷെ നമുക്ക് 10 വയസ്സ് വരെ ഉണ്ടല്ലോ ഈ കുട്ടികൾ നമ്മുടെ കയ്യിലാണ്. പക്ഷെ ഈ 10 വയസ്സ് വരെ ഉണ്ടല്ലോ എങ്ങനെയാ മുളയിലേ അവർക്ക് ഇട്ട് കൊടുക്കണം. മുള വന്ന് ഒരുപാട് അങ്ങ് വേസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല. പക്ഷെ അതിനു മുമ്പിട്ട് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിലൊക്കെ വിടണം. അതേപോലെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്സംഗങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങളൊക്കെ ബോംബെയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൈക്കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് അവിടെ കിടത്തിയിട്ട് ഈ സത്സംഗങ്ങൾ ഇങ്ങനെ സപ്താഹങ്ങളൊക്കെ കേൾക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണം. കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ എന്താണ് യഥാർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥം നമ്മുടെ ഈ ശരീരം തന്നെ നമ്മൾ എടുത്തു നോക്ക്. അകത്ത് എന്തെല്ലാം നടക്കുന്നതെന്ന് നോക്ക്. എന്താ ഒരു വലിയൊരു ഫാക്ടറിയിൽ പോലും ഇത്രയും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക. മജ്ജ, മാംസ, രക്ത ഇതിനെ എല്ലാത്തിനെയും കൂടെ ഉണ്ടല്ലോ ഐസ്ക്രീം കവർ ചെയ്തിരിക്കുന്നത് പോലെ ഒരു കവർ വെച്ചിട്ട് അങ്ങ് കവർ ചെയ്തിരിക്കുക. ഇതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളത് ഒന്ന് ആലോചിക്കുക. മലമൂത്രം എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുള്ളത് എന്നുള്ളത്. എന്നിട്ട് ഒരു വലിയൊരു ഫാക്ടറി നമ്മൾ തന്നെയാണെന്നുള്ളത്. അന്നേരം ഇതിനെല്ലാത്തിനും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ആരാണ്? വെറും അതിസൂക്ഷ്മമായിട്ടുള്ള ആ ഒരു അതിസൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലമുടി നാര് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ 10,000 പാർട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും അത് ഉള്ളതെന്ന് വെച്ചാൽ ഈവൻ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്തതുപോലെ അതിസൂക്ഷ്മമായിട്ടുള്ള ആ സാധനം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയവനായി കഴിഞ്ഞാലും എത്ര പൈസക്കാരനായി കഴിഞ്ഞാലും എത്ര സുന്ദരിയായാലും സുന്ദരനായി കഴിഞ്ഞാലും ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും കഴിഞ്ഞില്ലേ. ഒന്നൊക്കെ പേര് പോലും പിന്നെ പറയില്ല. ശവം കൊണ്ടുവന്നോ, ശവം ദഹിപ്പിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും ആ ഇത് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് പോലും നിങ്ങൾ തന്നെ ഒന്ന് സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. പിന്നെ നമുക്ക് എന്താ വിലയുള്ളത്? നമുക്ക് ഒരു വിലയില്ല. അന്നേരം 10 ദിവസം നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നുണ്ടെങ്കിലും ആ 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമയമാക്കും. അതിനകത്തൊരു കോമ്പറ്റീഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ ഉള്ളത്? നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താ വേണ്ടുന്നത്? ഷഡ്വൈരികൾ നമ്മൾ നിന്നിട്ട് അകന്നു പോകണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടുന്നത്. കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം ഇതിലൊന്നിനും നമുക്ക് ഒന്നും ഉണ്ടാവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇച്ചിരി താണു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആ ഒരു കാര്യങ്ങളിലും നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഭഗവാൻ കൃഷ്ണൻ സ്വയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂലോ. ഇന്ദ്രന് മാപ്പ് കൊടുത്തു, ബ്രഹ്മാവിന് മാപ്പ് കൊടുത്തു, ഇവരെ എല്ലാവരെയും ലൈനിൽ കൊണ്ടുവന്നു എന്നുള്ളതാ. ഈവൻ ശിവഭഗവാനെ പോലും ബാണയുദ്ധത്തിൽ നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടുണ്ടല്ലോ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് ജീവിതം അയച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഭഗവാന്റെ ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാരായണീയം തുടങ്ങാം. പ്രജേതസ്സുകളുടെ കഥയാണ് ഞാനിപ്പം പറഞ്ഞത്. അവരുടെ അച്ഛന്റെ പേരെന്തുവായിരുന്നു? അച്ഛന്റെ പേരെന്തുവാ? പ്രാചീന ബർഹിസ്. ബർഹിസ്. അതുപോലെ അമ്മയുടെ പേരെന്താ? ദ്രുത. ഓക്കെ. ദശകം 19 പ്രജേതസ്സുകളുടെ കഥ. ഹൃദോസ്തു നർമ്മകർമ്മട പ്രാചീന ബർഹുരുവദോ ശരദ്രുതോ പ്രജേതസോർദാമ സുജേതസസ്സുതാൻ അധിജനത്ത കരുണാങ്കുരാനിവ ഹൃദോസ്തു നപ്ത പൃഥുധർമ്മകർമ്മട
പ്രാചീന ബർഗൂരുവദോ ശരദ്രുതോ പ്രജേരസോ നാമ സുജേരസുതാൻ അജീജനത കരുണാകരാണിവ കൃതോസ്തു നപ്ത കൃതുധർമ്മ കർമ്മഠ പ്രാചീന ബർഗൂരുവദോ ശരദ്രുതോ പ്രജേരസോ നാമ സുജേരസുതാൻ അജീജനത കരുണാകുരാനിവ പ്രദേശു നപ്ത പൃഥു ധർമ്മ കർമ്മട പ്രാചീന ബർഗോരു വിദോ ശരദ്രുതോ പ്രജേതസോ നാമ സുജേത ശശുദാൻ അജീജനത കരുണാങ്കുരാനിവ പ്രദേശു നപ്ത പൃഥു ധർമ്മ കർമ്മട പ്രാചീന ബർഗ്യോരു വധോ ശരദ്രുതോ പ്രജേതസോ നാമ സുജേത ശശുദാൻ അജീജനത കരുണാങ്കുരാനിവ. വായിക്കാമോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രദസ്തുനപ്താ പൃഥുധർമ്മ കർമ്മഠ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രജേതസോ നാമ സുജേതസാ സുധാ അജീജനത്വാത് കരുണാങ്കുരാനിവ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അയച്ചാൽ അടുത്ത ആള്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പൃഥുധർമ്മ കർമ്മട പ്രാചീന ബഹിർരൂപതൗ ശതദ്രുതൗ പ്രജേതസോ നാമ സുജേതസുതാൻ അജീജനത കരുണാങ്കുരാനിവ. ഹരേ കൃഷ്ണ. അടുത്ത ആള്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മഠ പ്രാചീന ബർഹിരുവതൗ ശതദ്രുതൗ പ്രജേതസോ നാമ സുജേതസുതാൻ അജീജനത്വത് കരുണാങ്കുരാനിവ. ഹരേ കൃഷ്ണ. ഒരു പ്രവചോട് വായിക്കും. ഹരേ കൃഷ്ണ മാതാജി. പൃഥോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മഠ പ്രാചീന ബർഹിരുവതൗ ശതദ്രുതൗ പ്രജേതസോ നാമ സുജേതസുതാൻ അജീജനത്വത് കരുണാങ്കുരാനിവ. ഹരേ കൃഷ്ണ. പ്രജേതസ്തോ നപ്ത പൃഥുധർമ്മ കർമ്മട. പൃഥു ചക്രവർത്തിയുടെ പൗത്രപുത്രന് എന്ന് പറഞ്ഞാൽ പുത്രന്റെ പുത്രന്റെ പുത്രന്. എന്നിട്ട് ആരാണ്? പ്രാചീന ബർഹിരുവതോ ശതദ്രുതോ. പ്രാചീന ബർഹിസ് എന്ന് പറയുന്ന ആൾ എന്താ ശതദ്രുതി എന്ന കത്തിയെ കല്യാണം കഴിച്ചു. അത് സമുദ്രപുത്രിയാണ് ശതദ്രുത. എന്നിട്ട് പ്രജേതസോ നാമ സുജേതസാ സുധാൻ അജീജനത കരുണാങ്കുരാനിവ. അവർക്ക് എത്ര കുട്ടികളുണ്ടായി? പ്രജേതസ്സുകൾ എന്ന് പറയുന്ന സുചേതസ സുധാൻ 10 കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞ് 10 കുട്ടികൾ എങ്ങനെയുള്ളതാണ്? അജീജനത കരുണാങ്കുരാനിവ. അങ്ങയുടെ കരുണയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പൊ ആരാ ഇതെല്ലാം പറയുന്നത്? ഭട്ടതിരിപ്പാടല്ലേ പറയുന്നത്. ഭട്ടതിരിപ്പാട് എപ്പോഴും അങ്ങ എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ആരെ ഓർക്കുന്നേ? ഗുരുവായൂരപ്പനെയാണെന്ന് ഓർത്തോണം. അങ്ങയുടെ കരുണയില് ഉണ്ടായതുപോലുള്ള അത്രയ്ക്കും നല്ല കുട്ടികളെന്നാ എന്റെ അർത്ഥം. അങ്ങനെയുള്ള 10 കുട്ടികൾ ആർക്കുണ്ടായി? പ്രാചീന ബർഗസിനും ശതദ്രുതയ്ക്കും. പ്രാചീന ബർഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? പൃഥു ചക്രവർത്തിയുടെ പൗത്രന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ പുത്രന്റെ പുത്രന്റെ പുത്രനാണ് പ്രാചീന ബർഗസ്. ഈ പ്രാചീന ബർഗസിന് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് യാഗങ്ങൾ. അങ്ങനെ ആ യാഗങ്ങൾ നടത്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമി മൊത്തം ദർപ്പങ്ങൾ കൊണ്ട് ഇതായി എന്നാ പറയുന്നത്. അത്രയ്ക്ക് യാഗങ്ങൾ വെച്ചിട്ടുള്ളവരാണ് പ്രാചീന ബർഗസ്. ശതദ്രുത ആരാണ്? സമുദ്രത്തിന്റെ പുത്രിയാണ്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 പേർക്കും കൂടി 10 പുത്രന്മാരുണ്ടായി. അവരുടെ പേരെന്താണ്? അവരുടെ അറിയില്ലേ? അവരുടെ പേരെന്താ? ഈ കുട്ടികളെന്ന് പറഞ്ഞു ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം അവര് ചൊരിഞ്ഞു വെച്ചിരിക്കുന്നത് പോലുള്ള അത്രയ്ക്കും നല്ല കുട്ടികളാണ് അവര്.
അത്രയ്ക്ക് നല്ല കുട്ടികളാണ് ഈ പ്രജേതസ്. കരുണാങ്കുരാനിവ, അങ്ങയുടെ കരുണ ഇവരിൽ വർഷിച്ചിട്ടുള്ളത് പോലെ അത്രയ്ക്ക് നല്ല കുട്ടികളായിട്ട് അവർ വളരുന്നു. പിതോശിശാനിരതസ്യ ശാസന ഭവത്തവസാഭിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവര സന്തമൃശൂർ മനോഹര. പിതോശിശാനിരതസ്യ ശാസനാത് ഭവത്തവസാഭിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവര സന്തമൃശൂർ മനോഹര. പിതോശിശാനിരതസ്യ ഭവത്തവസാവിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവര സന്തമൃശൂർ മനോഹര. പിതോശിശാനിരതസ്യ ശാസനാത് ഭവത്തവസാവിരദാ ദശാഭിദേ പയോനിധി പശ്ചിമമേത്യ തത്തടേ സരോവര സന്തമൃശൂർ മനോഹരം. പിതോശിശാനിരതസ്യ ഭവത്തവസാവിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവര സന്തമൃശൂർ മനോഹര. സരോവരം സന്തമൃശൂർ മനോഹരം. ഹരേ കൃഷ്ണ മാതാജി. പിതൂശിശൃക്ഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തമൃശൂർ മനോഹരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിതുഃശിശൃക്ഷാനിരതസ്യ ശാസനാത് ഭവതവസ്യാഭിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്ദർഭ്യശൂർ മനോഹരം. ഹരേ കൃഷ്ണ. അടുത്ത ആള്. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. പിതൃശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത്തവസ്യാഭിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത് തത്തടേ സരോവരം സന്തദൃശർ മനോഹരം. ഹരേ കൃഷ്ണ. ഒരു പ്രവൃത്തിയുടെ വായിച്ചോളൂ. ഒരു പ്രവൃത്തിയുടെ വായിക്കൂ. ഹരേ കൃഷ്ണ. പിതൃശുശ്രൂഷാനിരതസ്യ ശാസനാൽ ഭവത്തപസ്യാഭിരദാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തൃശൂർ മനോഹരം. ഹരേ കൃഷ്ണ. ഹരിപോ സന്തമൃശൂർ മനോഹരം. വെരി ഗുഡ്. ഇനിയിപ്പോ എന്താ? പിതൃശിശാനിരതസ്യ ശാസന, പിതാവിന്റെ ശാസന കൊണ്ട് എന്ത് ചെയ്തു? ഈ കുട്ടികൾ കല്യാണപ്രായമായി. അന്നേരം അച്ഛൻ എന്ത് പറഞ്ഞു? നിങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി തപസ് ചെയ്തിട്ട് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരൂ, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്നുള്ള. അതെ, ഇതിനു വേണ്ടിയിട്ട് നല്ല സൃഷ്ടി ഉണ്ടാവണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? നേരെ അച്ഛൻ എന്ത് ചെയ്തു? തപസ്സിന് വേണ്ടിയിട്ട് കുട്ടികളെ പറഞ്ഞു വിടുന്നു എന്നുള്ളതാ. എവിടെയാ അവരെവിടെയാ പോയത്? പയോനിധി പശ്ചിമമേത്യ തത്തടേ. അവരിങ്ങനെ പടിഞ്ഞാറോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല കടലിന്റെ അവിടെ നിന്ന് നല്ല ഒരു പൊയ്ക കണ്ടു എന്നുള്ളതാ. ആ പൊയ്കയിലെ സരോവര സന്തമൃശൂർ മനോഹര, അതിമനോഹരമായിട്ടുള്ള ഒരു പൊയ്ക കണ്ടു. ഇങ്ങനെ വരുന്ന സമയത്ത് കടലിന്റെ അവിടെ ഇങ്ങനെ നല്ലൊരു എന്താ പറയുന്നത് സരോവരം കണ്ടു. ആ സരോവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തപസ്സിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിന് അവരിങ്ങനെ പടിഞ്ഞാറോട്ട് വരുന്ന സമയത്ത് അങ്ങനെ ആ സരോവരം കാണുന്നു. എന്നിട്ട് പിതാവിന്റെ ശാസന കൊണ്ട് എന്ത് ചെയ്തു? അവരെ ഭവത്തപസ്യാഭിരദാ ദശാഭിദേ, അവര് 10 പേരും എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു? തപസ്സിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. പയോനിധിം പശ്ചിമമേത്യ തത്തടേ, അങ്ങനെ പടിഞ്ഞാറിന്റെ കടലിന് വരുന്ന സമയത്ത് അവരെന്ത് കണ്ടു? സരോവരം സന്തമൃശൂർ മനോഹരം, അതിമനോഹരമായിട്ടുള്ള ഒരു പൊയ്ക അവർ കാണുന്നു. തഥാ ഭവത്യേറ്റമിദം സമാഗതോ ഭവ സേവക ദർശനാധൃത
പ്രകാശമാസ്യാദപുര പ്രജേതസാമുപാദിശ ഭക്തതമത്തവത്തവം തദാ ഭവത്തീർത്ഥമാഗതോ ഭവോ ഭവത്സേവകദർശനാപ്രിത പ്രകാശമാസ്യാദ്യപുര പ്രജേതസാ ഉപാദിശ ഭക്തതമത്തവത്തവം തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാഭൃത ഉപാദിശ ഭക്തതമത്തവത്തവ തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാഭൃത പ്രകാശമാസ്യാദ്യപുര പ്രജേതസാ ഉപാദിശ ഭക്തതമത്തവത്തവം തദാ ഭവത്തീർത്ഥമിദം സമാഗതോ. എന്നിട്ടോ ഭവോ ഭവത്സേവക ദർശനാഭൃത പ്രകാശമാസാദ്യ പുരപ്രജേതസ ഉപാദിശത് ഭക്തതമത്തവത്തവം. തപസ്തവം എന്നാ പറയേണ്ടത്, അവിടെ തപസ്തവം വായിച്ചു. ഹരേ കൃഷ്ണ. തദാ തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാഹൃത പ്രകാശമാസാദ്യ പുരപ്രദേശസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. വെരി കൃഷ്ണ. ഭഗവതേ വാസുദേവായ. തദാ ഭവതീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃത പ്രകാശമാസാദ്യ പുരാ പ്രജേതസാ ഉപാദിശത് ഭക്തതമസ്തവസ്തവം. ഹരേ കൃഷ്ണ. വെരി ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാഭിവൃത പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭഗവത്തമസ്തവസ്തവം. ഹരേ കൃഷ്ണ. ഭക്തതമസ്തവസ്തവം. ഭക്തതമസ്തവസ്തവം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരു പ്രൗഢിയോട് വായിക്കൂ. വായിക്കേ, പ്രൗഢിമാരില്ലയോ? ഹരേ കൃഷ്ണ. തഥാ ഭവതീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃത പ്രകാശമസാദ്യ പുര പ്രചേതസ ഉപാദിശൽ ഭക്തമസ്തവസ്തവം. ഹരേ കൃഷ്ണ. ഹരിഭോ ഹരേ കൃഷ്ണ. വെരി ഗുഡ്. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവക ദർശനാദൃത. അങ്ങനെ അവര് ആ പൊയ്ക കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്താ ഭഗവാൻ സാക്ഷാത് രുദ്ര ഭഗവാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ, പ്രജാരസുകൾ എന്ന് പറഞ്ഞ ഭഗവാന്റെ ഭക്തന്മാരാണ്. അവരെ ഭഗവാനെ തന്നെ തപസ് ചെയ്യാനാ വരുന്നത്. ഈ രുദ്രനുമാരാണ്, വൈഷ്ണവാന ശംഭുവാണ്. ഏറ്റവും വൈഷ്ണവരിലെ ഏറ്റവും പ്രഥമ സ്ഥാനം അഗ്രഗണ്യനാണ് ശംഭു. അതുകൊണ്ട് ആ ശംഭു തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രജേരസുകളെ കാണാൻ വരുന്നു. പ്രകാശമാസാദി പ്രജേരസ ഉപാദിസവം. അങ്ങനെ പ്രജാരസുകളെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന് എന്ത് ചെയ്തു? രുദ്രഗീതം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു എന്നുള്ളതാ. രുദ്രഗീതം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു ഭഗവാനെ കാണാൻ വേണ്ടി. ഭഗവാന്റെ ഭക്തന്മാരെ കാണാൻ വേണ്ടിയിട്ട് നോക്ക്, ഭക്തൻ സ്വയം വരുന്നു എന്നുള്ളതാ. നോക്കി ആരാധിച്ചു നോക്ക്. ഭക്തന്മാർക്ക് അന്നേരം ഒരു ഭക്തരെ കാണുമ്പോഴത്തേക്ക് എന്തോ സന്തോഷമാണെന്നറിയാമോ? ആ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ എങ്ങനെയൊക്കെ, അതാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സത്സംഗങ്ങളോ അല്ലെങ്കിൽ ഒരു നാരായണ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവര് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗൈഡായിരിക്കണം, വഴികാട്ടിയായിരിക്കണം. അന്നേരം അവര് പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യ, ഓ എന്താ അവരങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യമല്ല ചെയ്യേണ്ടത്. നമ്മൾ അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദവാക്യമായിട്ട് എടുത്ത് എന്നാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ. അതിനകത്തൊരു സ്പ്ലിറ്റ് ഇല്ലാതെ ബാക്കി കാര്യങ്ങളില്ലാതെ നമുക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവര് സീനിയേഴ്സ് ആയിട്ടുള്ള ആരാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അതിന്റെ ലീഡേഴ്സ് ആരാണെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നതിന് അതിനെ നമ്മളൊരു വേദവാക്യമായിട്ട് എടുക്കണം. അതിനെ അർത്ഥം എന്തുവാണോ, അവര് പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. നമ്മൾ അതിനെ വിമർശിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മളെ പോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു സംസ്ഥ ഏത് സംസ്ഥയായി കഴിഞ്ഞു കഴിഞ്ഞാലും അത് സ്പ്ലിറ്റ് ആയി പോകും എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഓരോരോ നല്ല നല്ല സംസ്ഥകൾ വന്നിട്ട് അത് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത് എന്നുള്ളതാണ്.
അത് ശീലപ്രഭുപാദ നമുക്ക് അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം എല്ലാം നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാ. ഇത് കലികാലമാണ്. ആ കലികാലത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കലി എല്ലാവരെയും ബാധിക്കും എന്നുള്ളതാ. അതുകൊണ്ട് നേരത്തെ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിനായിട്ടുള്ള ഒരു സന്യാസി, എന്നിട്ട് ബ്രഹ്മചാരികള്, പിന്നെ അതുണ്ടെങ്കിൽ ഒരു കൗൺസിലറ്, പിന്നെ കൗൺസിലേഴ്സ്, ഈ കൗൺസിലർ ഇങ്ങനെ ഒരു ശാഖയെ ഉണ്ടാക്കിയിരിക്കുന്നുള്ള ഒരു പ്രസിഡന്റ്. നമ്മളിപ്പോ ഇന്ത്യയിൽ എങ്ങനെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പിന്നെ അതുകൊണ്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, പിന്നെ പ്രൈം മിനിസ്റ്റർ, പിന്നെയാണെന്നുണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് മീൻസ് ഡെപ്യൂട്ടീസ്, അങ്ങനെ ഓരോ സിസ്റ്റമായിട്ടല്ലേ ഓരോ ഭരണം വന്നിരിക്കുന്നത് എന്നുള്ളത്. അതേപോലെ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു ഭരണ സംവിധാനത്തിന്റെ അതിൽ നമ്മൾ ഉറച്ചു നിന്നതിന് ശേഷം അവർ പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കാനുള്ള ആ ഒരു മനസ്സില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നമുക്ക് അതിനകത്ത് ശരിക്കും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ ഇവിടെ നോക്കി വൈഷ്ണവാന ശംഭു. ആ ശംഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവരിൽ അഗ്രഗണ്യനാണ്. അന്നേരം പ്രത്യേക പ്രജേതസ്സുകൾ എന്തിനാ വന്നിരിക്കുന്നത്? ഭഗവാന്റെ ഭക്തി ചെയ്യാനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഉടനെ പോയി അവരെ കണ്ടു എന്നുള്ളത്. കണ്ടിട്ട് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുത്തു. ആ ഗൈഡൻസിലാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് രുദ്രഗീതം വന്നിരിക്കുന്നത് എന്നുള്ളത്. ആ രുദ്രഗീതം ഭഗവാന് ഇവർക്ക് പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ആ രുദ്രഗീതം. രുദ്രഗീതം എന്ന് 4-ാമത്തെ സ്കന്ധത്തിൽ 47 ശ്ലോകം ഉണ്ടെന്നുള്ളത് ആ രുദ്രഗീതം. 4-ാം സ്കന്ധത്തില് 24-ാമത്തെ അധ്യായത്തില് 47 ശ്ലോകമുള്ളതാണ് ആ രുദ്രഗീതം. ആ രുദ്രഗീതം എന്ത് വായിച്ചു കഴിഞ്ഞാല് ഏറ്റവും നല്ലതാണെന്നാ പറയുന്നത്. അതുകൊണ്ട് ആ രുദ്രഗീതത്തിന് നമുക്ക് ശ്രീരുദ്ര ഉവാച ജിതം ആത്മവിരുദ്ധ്യ സ്വസ്ഥയേ സ്വസ്തിരസ്തു മേ ഭവതാരാരസാരാധ്യ സർവസ്മാ ആത്മനേ നമഃ. നമ പങ്കജനാഭായ പൂർണ്ണസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തയായ ച നമോ വിശ്വപ്രബോധായ പ്രത്യുഗ്നായാന്തരാത്മനേ. നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ. നമ പരമഹംസായ പൂർണ്ണായ നിവൃതാത്മനേ. ഇങ്ങനെ 47 ശ്ലോകങ്ങളുണ്ട് രുദ്രഗീതത്തില്. ഭഗവാൻ രുദ്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഈ രുദ്രഗീതം. ആ രുദ്രഗീതം ദിവസവും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും ഒരു കവാടമാണ് ഈ രുദ്രഗീതം എന്ന് പറയുന്നത്. ഭഗവാൻ രുദ്രൻ തന്നെ സ്വയം പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രുദ്രഗീതം ചൊല്ലിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവര് കടലിൽ കഴിയുകയാണ് ചെയ്യുന്നത്. സരോവറിൽ കഴിയുന്നു. ജലത്തിനടിയിൽ കഴിഞ്ഞിട്ടാണ് അവർ തപസ് ചെയ്ത് അടുത്തത്. നമുക്ക് തഥാ ഭവതീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാ പ്രകാശമാസ്യാദ പുര പ്രജേതസാ ഉപാദിശ ഭക്തതമത്തവത്തവ. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിഷിതാഞ്ജുദാസമാ ഭവത്സുഹാസാദരസാരമീക്ഷയാ വിഭൂവകാലോ ധ്രുവവന്നശീകൃതാ. തപം ജപന്ത തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധാസമാ ഭവത്സുഹാസാദരസാരമീക്ഷയാ വിഭൂവകാലോ ധ്രുവവന്നശീകൃതാ. തപം ജപന്ത തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധാസമാ ഭവത്സുഹാസാദരസാരമീക്ഷയാ വിഭൂവകാലോ ധ്രുവവന്നശീകൃതാ. തപം ജപന്ത തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധാസമാ ഭവത്സുഹാസാദരസാരമീക്ഷയാ വിഭൂവകാലോ ധ്രുവവന്നശീകൃതാ. സ്തവം ദവന്ത തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധാസമാ ഭവത്സുഹാസാദരസാരമീക്ഷയാ വിഭൂവകാലോ ധ്രുവവന്നശീകൃതാ. തപം ജപന്ത തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധാസമാ
ഭവത്സുഖാസാദരസാദമീക്ഷിയ ബഭൂവ കാലോ ധ്രുവന്ന ശീഘ്രത. വായിച്ചാൽ. ഹരേ കൃഷ്ണ. സ്തവം ജവന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശതായുധം സമാ ഭവത്സുഖസാദരസാദമീഷിയാൻ ബഹൂവകാലോ ധ്രുവമന്ന ശീഘ്രതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ തപം കൃഷ്ണ. ജപന്ത തമമേ വാസുദേവായ. ബദ്ധരാന്തരേ ഭവന്തമാശേഷിതായുധം സമാ ഭവത്സുഖാസ്വാദരസാദമേഷിയാൻ ബഭൂവ കാലോ ധ്രുവന്ന ശീഘ്രത. ഹരേ വെരി കൃഷ്ണ. ഗുഡ്, വെരി ഗുഡ്. നല്ലതായിട്ടുണ്ട്. വായിച്ചോളൂ അടുത്ത ആള്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തവം ജപന്തമീ ജലാന്തരേ ഭവന്തമോ സേവിഷദായുധം സമാഹ ഭവത്സുഖാസ്വാദരസാദമീക്ഷിയാൻ ബഭൂവകാലോ ധ്രുവന്ന ശീഘ്രത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രഭുജോട് വായിക്കേ. ഒരു പ്രഭുജോട് വായിക്കൂ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിഷദായുധം സമാം ഭവത്സുഖാസദരസാദമീഷിയാൻ ബഹുവ കാലോ ധ്രുവന്ന ശീഘ്രതാം. ഹരേ കൃഷ്ണ. ഹരിപോൽ. ആദ്യം ഒരു പ്രഭുജി വായിക്കാൻ തുടങ്ങിയല്ലോ, അവരോട് വായിക്കൂ. ഹരേ കൃഷ്ണ. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാ ഭവത്സുഖാസ്വാദരസാദമീഷിയാൻ ബഭൂവകാലോ ധ്രുവന്ന ശീഘ്രത. ഹരിപോ. ഹരേ കൃഷ്ണ. അങ്ങനെ പ്രജേതസ്സുകള് രുദ്രഗീതം ഭഗവാൻ രുദ്രൻ പറഞ്ഞു കൊടുത്തു. എവിടെ വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്? പ്രജേതസ്സുകൾ ഇങ്ങനെ വരുന്നു. ആ വരുന്ന സമയത്ത് പടിഞ്ഞാറേക്കരയില് സുന്ദരമായിട്ടുള്ള ആ പൊയ്ക കാണുന്നു. ആ പൊയ്കയില് ഭഗവാൻ സ്വയം പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് തപസ് ചെയ്തു. എന്നിട്ട് രുദ്രഗീതം പറഞ്ഞും കൊടുത്തു. എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ തപസ് ചെയ്യേണ്ടേ എന്നുള്ളത്. അന്നേരം ആ ഗുരുവായൂർ ഭാഗവതത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഗുരുവായൂർ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുള്ളത് ആ രുദ്രഗീതം രുദ്രക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഗുരുവായൂരമ്പലത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ആ കുളം തന്നെ. അത് ഇപ്പോഴും തന്നെ പറയുന്നത് രുദ്രക്കുളം തന്നെയാ പറയുന്നത്. നമുക്ക് ആ കുളത്തിന്റെ പ്രത്യേകത നോക്കുക. ഭഗവാൻ സ്വയം അവിടെ ഇരുന്ന് തപസ് ചെയ്തു, പ്രജേതസ്സുകൾ തപസ് ചെയ്തു. അങ്ങനെ ഭഗവാൻ ആറാടുന്ന സ്ഥലം. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയിട്ട് മുറി എടുക്കുക, അവിടെ ചെന്നിട്ട് കുളിക്കും. ഭഗവാനെ ഇതിലൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ എന്താ പുണ്യം കിട്ടുന്നത് ആർക്കും അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെയ്യത്തുമില്ല എന്നുള്ളതാ. ഈ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്തി വരാൻ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനെന്ന ഭാവമാണ് അവർക്കുള്ളത്. എന്നാൽ നീ ഒന്നും അല്ലെന്നുള്ളത് മനസ്സിലാക്ക്. ഞാൻ ഞാന് നീ എന്താ ഉള്ളത്? ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ നീ എന്താ ആ കടക്കുന്നു ചട്ടിയും കല്ലും എന്ന് പറയുന്നത് പോലെയാ പറയുന്നത്. അതുകൊണ്ട് തവം തമമീ ജലാന്തരേ ആ പ്രജരസ്സുകൾ എന്ത് ചെയ്ത് രുദ്രഗീത സ്തോത്രം ജപിച്ചുകൊണ്ട് എത്ര നാൾ കഴിഞ്ഞു? ഭവന്തമാസേ വിശദായുധാസമാ ജലാന്തരെ 1000 സമ വെള്ളത്തിനുള്ളിൽ 10,000 സംവത്സര കാലം അവരവിടെ ഈ രുദ്രഗീതം ജപിച്ചുകൊണ്ട് അവിടെ കിടന്നത്. പവൽ സുഖാസാദരസാദമീഷിയാൻ എന്തുകൊണ്ട് 10,000 വർഷക്കാലം ഭഗവാന്റെ നാമം അങ്ങോട്ട് ജപിച്ച് അവരങ്ങോട്ട് ആനന്ദത്തിലാ. പിന്നെ അവർക്ക് ഭഗവാനെ ഒന്നും കാണണ്ട. ഞാനിപ്പം പറഞ്ഞില്ലേ, എന്നെന്തനം ജനന്ന സുന്ദരിയും കവിതാമാജഗദീശകാമയും ജന്മനീശ്വരേ ഭവതാത് ഭക്തിരതു എന്ന് പറഞ്ഞാണ്. എനിക്ക് ജനവും വേണ്ട, സുന്ദരിയും വേണ്ട, ധനവും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടുന്നത്? ഭഗവാൻ എനിക്ക് എത്ര ജന്മം വേണേലും അങ്ങ് തന്നോളൂ. പക്ഷെ എന്താ വേണ്ടുന്നത്? ഭവതാത് ഭക്തിരതുകീതൊയി, അങ്ങയുടെ ഭക്തി എനിക്ക് ഇടവിടില്ലാതെ കിട്ടണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഇവിടെ അത് തന്നെ പ്രജേതസ്സുകൾ ചെയ്തിരിക്കുന്നത്. എന്താ ഒരു 1-2 വർഷമല്ല ഇത് എന്ന് പറഞ്ഞാൽ സത്യയുഗത്തിലെ കാര്യം എന്ന് ഓർത്തോണ്ട് നമുക്ക് 100 വയസ്സേ ഉള്ളൂ ഇപ്പൊ ആയുസ്. പക്ഷെ സത്യയുഗത്തിൽ 1,00,000 വർഷമായിരുന്നു. 10,000 വർഷക്കാലം അവർ ആ രുദ്രക്കുളത്തിലാണെന്നുണ്ടെങ്കിൽ ഭഗവാന് രുദ്രൻ പറഞ്ഞു കൊടുത്ത ആ രുദ്രഗീതം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ഇങ്ങനെ അവർ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുക. അവർക്ക് ഭഗവാന്റെ ദർശനം ഒന്നിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ടാ? ഭഗവാന്റെ ആ സ്തോത്രത്തിലുണ്ടല്ലോ അത്രയ്ക്കും ആനന്ദം അവർക്ക് കിട്ടുന്നു.
എന്നിട്ട് ബഭൂവകാലോ ധ്രുവന്നെ ശീക്രത, ധ്രുവന് കിട്ടിയ ശീക്രതയില് ഇവർക്ക് ആ ശീക്രത വേണ്ടായിരുന്നു. മനസ്സിലായ പറഞ്ഞേ? ധ്രുവൻ എത്ര 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. പക്ഷേ ഇവിടെ പ്രജേതസ്സുകൾ എത്ര വർഷ സംവത്സരകാലമാ അവരാണെന്നുണ്ടെങ്കിൽ ആ പൊയ്കെ കഴിഞ്ഞ് 10,000 സംവത്സര കാലം ആ രുദ്രഗീതം ചൊല്ലി ആ ആനന്ദത്തിൽ അവരിങ്ങനെ ആറാടി ജീവിക്കുകയാണെന്നുള്ളതാ. അവസാനം എന്താ? ഭഗവാൻ തന്നെ ഭക്തന്മാരുടെ അടുത്ത് വരുന്നെന്നുള്ളതാ. നോക്കൂ. തവോഭിരേഷാമതിമാത്രവർത്തവീ സയജ്ഞഹിംസ നിരുതോപി പാവിത പിതാവിന്ദേശാഗ്രഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദായയോ. തപോഭിരേഷാമതിമാത്രവർദ്ധവീ സയജ്ഞഹിംസ നിരുതോപി പാവിത പിതാവിന്ദേശാഗ്രഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദായയോ. സായജ്ഞഹിംസ നിരതോപി പാവിത സായജ്ഞഹിംസ നിരതോപി പാവിത തവോഭിരേഷാമതി മാത്രവർദ്ധവീ തവോഭിരേഷാമതി മാത്രവർദ്ധവീ സയജ്ഞഹിംസ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദായയോ. പിതാപി തേഷാം ഗൃഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദാമ്യയോ. തപോവിദേശാമതി മാത്രവർത്തവീ സ യജ്ഞ ഹിംസ നിരുതോപി പാവിത പിതാവി തേഷാം ഗൃഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദാമ്യയോ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. തവോഭിരേഷാമതിമാത്രവർത്തിഭിः സയജ്ഞഹിംസ നിരതോ അഭിഭാവിത പിതാപി തേഷാം ഗൃഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദാം യയൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തപോഭിരേഷാമതിമാത്രവർത്തിഭിः സയജ്ഞഹിംസാ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദാം യയൗ. ഹരേ കൃഷ്ണ. ഹരിബോൾ. വെരി ഗുഡ്. വായിച്ചു. അടുത്താണ്. തപോഭിരേഷാമതിമാത്രവർദ്ധിഭിः സയജ്ഞഹിംസാ നിരതോപി ഭാവിത പിതാവിദേശാം ഗ്രഹയാതനാരദ പ്രദർശിതാത്മാ ഭവതാത്മദാം യയൗ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഒരു പ്രവചനം വായിച്ചു. ഹരേ കൃഷ്ണ. തപോഭിരേഷാമതിമാത്രവർദ്ധിഭിः സയജ്ഞഹിംസ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാത്ര നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. തപോവിരേഷാം അതിമാത്രവർദ്ധവി, തപസ്സിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സായജ്ഞഹിംസ നിരുതോപി പാവിത. ഈ പ്രാചീന ബർഗസ് എന്താ ചെയ്തിരുന്നത്? പണ്ട് ഇവരുടെ അച്ഛന് പ്രജേതസ്സുകളുടെ അച്ഛൻ എന്താ ചെയ്ത്? ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തില്ലേ? അതിനകത്തെല്ലാം ഒരു മൃഗത്തിനെ കൊല്ലുമായിരുന്നു. പക്ഷെ അത് പാവമല്ലേ? ആ പാപത്തിൽ നിന്ന് പോലും ഈ മക്കളുടെ തപസ് കൊണ്ട് ആ പാപം പോലും അദ്ദേഹത്തിന് ഇല്ലാതായി എന്നുള്ളതാ. എന്നിട്ടോ പിതാവി തേഷാം ഗൃഹയാത നാരദ, പിതാവിന്റെ അടുത്ത് വന്നിട്ട് ആത്മതത്വം നാരദര് ഉപദേശിച്ചും കൊടുത്തു. പ്രദർശിതാത്മാ ഭവതാത്മത യയോ. ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഭഗവാന്റെ സാരൂപ്യ പ്രാപ്തി അദ്ദേഹത്തിന്റെ പ്രാചീന ബർഗസിനുണ്ടായെന്നുള്ള മക്കളുടെ തപസ് ആലോചിച്ച് നോക്കൂലും. അങ്ങനെ ഇതേപോലെ തന്നെ വരുന്നുണ്ട്. ഇസ്കോണിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. കുട്ടികൾ വന്നിട്ട് അവര് മുഖാന്തരം അവരുടെ അമ്മയും അച്ഛനും പിന്നെ ഭക്തരാകുന്നുണ്ടെന്നാണ്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് തന്നെ വന്നിരിക്കുന്നത്. പ്രജേതസ്സുകൾ എന്താ ഉഗ്ര തപസ് ചെയ്തു. അവര് ഭഗവാനെ പോലെ കാണണ്ട അവർക്ക്. ആ രീതിയിൽ അവർ ആനന്ദത്തിൽ ആറാടി തപസ് ചെയ്യൂ. ആ തപസ്സിന്റെ ആ ഫലം സിദ്ധി ആർക്കാ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? പ്രാചീന ബർഗസ്. പ്രാചീന ബർഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും നടത്തിയ ആളാ. പക്ഷെ ആ യജ്ഞങ്ങളും യാഗങ്ങളും പക്ഷെ ഇൻഡയറക്റ്റ് അദ്ദേഹത്തിന് എന്താ പറ്റിയെന്നറിയാമോ? ഒരുപാട് മൃഗബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ മൃഗബലി കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാപമല്ലേ ചെയ്യുന്നത്? ആ എത്ര യജ്ഞങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവികളെയും നമുക്ക് കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാ. അതേപോലെ ഒരു ഒരു വലിയൊരു മുനിയാണ് അദ്ദേഹം. പണ്ടൊക്കെ എന്ന് പറഞ്ഞ് ഈ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്തുണ്ടല്ലോ, ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ട്. അന്നേരം അവരുടെ കയ്യിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിടിച്ചു പറിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നാലും അവരുടെ ജീവിതം. അതേപോലെ അല്ലേ രത്നാകരന് വാൽമീകി മഹർഷി ആയത് കണ്ടില്ലേ?
അങ്ങനെ സപ്തർഷികളുടെ ഉപദേശം കൊണ്ടായിരുന്നല്ലോ മഹർഷിയായി എന്നുള്ളതാണ്. അതാ പറഞ്ഞത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയോടും ഭക്തിയോടും കൂടി നമ്മുടെ സീനിയേഴ്സിന്റെ ഉപദേശങ്ങൾ നമ്മൾ മനസ്സാൽ കൊള്ളണം എന്നുള്ളതാ. മനസ്സിൽ കൊണ്ടിട്ട് ആ അവരുടെ ഉപദേശം ഭഗവാന്റെ ഉപദേശം തന്നെയാണ്. ഭഗവാന് ഡയറക്റ്റ് വരാൻ പറ്റാത്തതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഭക്തന്മാരെ നമ്മുടെ അടുത്തേക്ക് വിടുന്നെന്നുള്ളത്. നമ്മുടെ ഭക്തിയിൽ ദൃഢമാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ ഗുരു നമ്മുടെ പാതക്ക് വരുമെന്നാ പറയുന്നത് എന്നുള്ളതാ. അത്രയ്ക്ക് നമ്മളെ ഭഗവാന് നിങ്ങൾ വരൂ മക്കളെ, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാണ് പോയത്, നിങ്ങളെ ഞാൻ കാത്തിരിക്കുക, അങ്ങനെയുള്ള ആ ഒരു വിചാരത്തിലാ ഭഗവാൻ അവിടെ നമ്മളെ കാത്തിരിക്കുന്നതെന്നുള്ളതാ. എങ്ങനെങ്കിലും നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ സുധരായിച്ചിട്ട് നമ്മളെ ആണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നിട്ട് ഈ പാപങ്ങളിൽ നിന്നിട്ട് മുക്തരാക്കി നമ്മളെ ഭഗവാനെ നമ്മുടെ അടുത്ത് കൊണ്ടുപോകണം, ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകണം നമ്മളെ എന്നുള്ള വിചാരത്തിൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കും. ഇനി ഭഗവാൻ ഓരോരുത്തരെയും ഇങ്ങനെ അയക്കും നമ്മളെ എന്നുണ്ടെങ്കിൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെന്താ ശങ്കരൻ എഗൈൻ ദ കോക്കനട്ട് ഉള്ളി എന്ന് പറയുന്നതാണ്. അറിയാമല്ലോ, ശങ്കരൻ പിന്നെയും തെങ്ങേലെന്ന് പറയുന്ന രീതി എന്നുള്ളതാണ്. നമ്മള് ഈ സുഖത്തിൽ ജീവിച്ചങ്ങി കഴിയുവാണെന്നുള്ളത്. സുഖമായാലും ദുഃഖമായി കഴിഞ്ഞാലും നമ്മൾ അതിലങ്ങ് ഭയങ്കര ആനന്ദം കൊണ്ടിട്ട് പിന്നെയും ടെൻഷൻ എടുത്ത് അവസാനം എന്നുണ്ടെങ്കിൽ ബെറ്ററുടെ കിടക്കയിൽ ആവുന്നിടം വരെ ആ ടെൻഷനിൽ തന്നെ, കിടക്കയിലായി കഴിഞ്ഞാലും അതേ ടെൻഷനിൽ തന്നെ പോകും. മേളിലോട്ട് സമയമാകുമ്പോൾ ആരും പിടിച്ചാ നിൽക്കില്ല. മേപ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മങ്ങൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജന്മമാണെന്ന് ദൈവത്തിന് പോലും അറിയില്ല എന്നുള്ളതാ. നമ്മുടെ കർമ്മങ്ങൾക്കേ നമ്മുടെ അടുത്ത ജന്മം ഏതാണെന്ന് നിശ്ചയിക്കാൻ പറ്റുമെന്നുള്ളതാ. എന്ന് പറയുന്നത് പോലെ നമ്മള് എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു എപ്പോഴും പറയുന്നത് പോലെ ഒരു സീനിയേഴ്സിന്റെ അഡ്വൈസ് അവരുടെ അഡ്വൈസ് കേട്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ചെയ്യാനോ കൊണ്ടോ നിൽക്കാതെ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കേട്ട് നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ച് ആ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഇവിടെ നോക്ക്, നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കണ്ടില്ലേ, പ്രാചീന ബർഗസിന് ഇവരുടെ ഭക്തി, കുട്ടികളുടെ തപസ്സിന്റെ ഫലവും, പിന്നെ ആരാ വന്നിരിക്കുന്നത് ഗ്രഹത്തിൽ, ആരാ വന്നത് പ്രാചീന ബർഗസിന്റെ ഗ്രഹത്തിൽ ആരാ വന്നത്? നാരദര് എത്ര പേരെയാ നോക്ക് നാരദര് പറഞ്ഞു കൊടുത്ത്. നാരദര് പ്രഹ്ലാദന്, ധ്രുവന്, ഇപ്പം പ്രാചീന ബർഗസിനും ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ധർമ്മപുത്രർക്ക്, അങ്ങനെ ഒരുപാട് പേർക്ക്, വസുദേവർക്ക് അങ്ങനെ ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു. പ്രാചീന ബർഗസിന് അങ്ങനെ അധികം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാരൂപ്യത്തില് ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ധാമയിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. കുട്ടികൾ മുഖാന്തരം അച്ഛന് സാരൂപ്യമുക്തി കിട്ടിയെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുമല്ലോ. അതുകൊണ്ട് എപ്പോഴും നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇതൊന്നുമല്ല, നമ്മൾ ആരുമല്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഞാനെന്ന് പറയുന്നത് ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? തൂ മേമേന്ന് പറയുന്നത് ഈ ചൂണ്ടുവിരൽ അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. അന്നേരം അതിന്റെ അർത്ഥം എന്തോ? ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇല്ല എന്നുള്ളതാ. ഈ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഭഗവാന്റെ അംശമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. 000 000 ഇട്ട് മുന്നോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു വിലയില്ല. അതേ സമയം ആ ഇടത്ത് ഭാഗത്ത് ഒരു ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സീറോയ്ക്ക് എന്തോ ഒരു വിലയാ, പൂജ്യത്തിന് എന്തോ ഒരു വിലയാ എന്നതുപോലെയാ പറയുന്നത്. ഭഗവാന്റെ കാരുണ്യവും ഭഗവാന്റെ ഭക്തിയും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭക്തി വെറുതെ ഒന്നും കിട്ടില്ല എന്നുള്ളതാ. ഭക്തിയിൽ എന്ന് പറഞ്ഞാൽ ഭക്തിയോഗത്തിൽ എങ്ങനെയാ, നമ്മള് മൂക്കെ തൊടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് വിളിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി വരുന്നതോട്ട് എത്ര വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെയാ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കലികാലത്തിൽ എന്ന് പറഞ്ഞ നാമസങ്കീർത്തനം ഒന്ന് ഹരിഹർനാമ ഏവ കേവലം. ഭഗവാന്റെ ആ നാമം എപ്പോഴും നമ്മൾ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം. അതിനെന്ത് വേണം? നമുക്ക് ജ്ഞാനം കിട്ടണം. ജ്ഞാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് എന്നുണ്ടെങ്കിൽ എങ്ങോട്ടൊക്കെയോ എന്തിനു വേണ്ടിയിട്ടൊക്കെയോ പായൂ എന്നുള്ളതാ. ഇപ്പൊ ഉള്ള ആൾക്കാർ അങ്ങനെയാ ചെയ്യുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നുണ്ട്, എന്തോ തൊഴുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ഭക്തി മോശപ്രാപ്തി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ ആ ശരിയായ പാതയിൽ കൂടി നമ്മൾ പോകണം. ആ ശരിയായ പാതയിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അഹങ്കാരം കളയണമെന്നുള്ളതാണ്. പുരുഷാർത്ഥങ്ങൾ 3 എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അതില് നമുക്ക് എന്താ, നമ്മൾ അഹങ്കാരം ത്യജിക്കണം. ആ അഹങ്കാരം ഉള്ളിടത്തുണ്ടല്ലോ ഭഗവാൻ ഇരിക്കാൻ പറ്റില്ല. ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലെ കുടികൊള്ളിക്കണം. ആ കുടികൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഷഡുവൈരികളെ നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് കളയണം. അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള എന്തായിരിക്കണം?
വെണ്ണ പോലെ മൃദുലമാക്കിയെടുക്കുന്നു എന്നുള്ളത്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും സുഖമായാലും ദുഃഖമായാലും രാത്രിക്ക് ഒരു പകലുണ്ട്, ഒരു കുന്നിനൊരു കുഴിയുണ്ട്. അങ്ങനെയുള്ള ഏതായി കഴിഞ്ഞാലും സുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനും ഒരു ദുഃഖമുണ്ട്. അതിന് എപ്പോഴും ദ്വന്ദ്മാണ്. ആ ദ്വന്ദ്മാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സുഖത്തിൽ കൂടുതൽ കിടന്ന് അഹങ്കരിക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ ദുഃഖം വരുമ്പോൾ കൂടുതൽ കിടന്ന് ദുഃഖിക്കുമോ അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ആ സമചിത്തത നമ്മളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭഗവാൻ നമ്മളെ കുടികൊള്ളും. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകും. പ്രാചീനബർഗസിന് ശുദ്ര ഭഗവാൻ നോക്ക് ഭക്തരായതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയി എന്നുള്ളതാ. മനസ്സിലായി പറഞ്ഞേ. അന്നേരം ഈ ഭക്തന്മാരെ ഉണ്ടല്ലോ ഏത് സമയത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ കൈവിടിയില്ല. അതാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇങ്ങനെ പിടിച്ച് നമ്മളെ കൊണ്ടുപോകും. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഭഗവാൻ നമുക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ ഈ നാരായണീയം സമർപ്പിക്കുന്നു. എല്ലാവർക്കും സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഉണ്ട്, ചോദിക്കണം. എന്നിട്ട് നമുക്ക് ക്ലാസ് ചോദിക്കൂ. ഒരു ഡിസ്കഷൻ നല്ലതാണ്. തുറന്ന ഡിസ്കഷൻ എപ്പോഴും വേണം. ചോദിക്കൂ, അറിയാവുന്നത് ചോദിക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. നമുക്കറിയാമല്ലോ